കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. തായേ പ്രേതരാജേശ്വരി, മകം നക്ഷത്രത്തിൽ അമൃത സമയത്ത് ജനിച്ച ആ പെൺകുട്ടിയെ അവൾ എവിടെയുണ്ടെന്ന് എനിക്ക് കാട്ടിത്തരൂ തായേ, കാട്ടിത്തരൂ തായേ, കാട്ടിത്തരൂ. എന്താണിത് തായേ? ഈ പുഷ്പത്തെ കാണിച്ചുകൊണ്ട് അങ്ങ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇത് ദിക്സൂചക പുഷ്പമാണ്. ഇത് മകം നക്ഷത്രത്തിലെ അമൃത സമയത്ത് ജനിച്ചിട്ടുള്ള ആ മനുഷ്യ കന്യക എവിടെയുണ്ടെന്ന് എനിക്ക് കാട്ടിത്തരുന്നതാണ്. ഈ പുഷ്പം അവളെ സ്പർശിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നിറം മാറുന്നതാണ്. ഇതാണ് എനിക്ക് ആ പ്രേതരാജേശ്വരി കാട്ടിത്തരുന്ന സൂചന. സ്വാമിജി, നാഗമാണിക്യത്തിന്റെ ശക്തി വീണ്ടെടുക്കുന്നതിനും അങ്ങനെ ഇവിടേക്ക് കൊണ്ടുവന്നതും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? എന്തോ വ്രതം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ജയ് ഭോലെനാഥ. 125 സംവത്സരങ്ങളുടെ ഭൂമിയുടെ ഈ അലച്ചിലിന് ചഞ്ചല സ്ഥിതിക്ക് മുക്തിയില്ലേ ഭഗവാനെ? ആ ശൂദ്രലോകത്തിലെ പ്രേതശക്തിയുടെ ശാപത്തിന് നാഗലോകം നാശമാകുമെന്നതിനൊരു പരിഹാരമില്ലയോ മഹാദേവ? പരിഹാരമില്ലയോ? സ്വാമിജി, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ചോദിച്ചത് എന്താണ്? അങ്ങ് പറയുന്നത് എന്താണ്? ശിവാനി, നാഗമാണിക്യത്തിനു വേണ്ടി ഭൂലോകത്തിൽ ശൂദ്രശക്തികൾ അതിന്റെ പിറകെ നടക്കുന്നു. എന്നാൽ ഇപ്പോൾ മറ്റൊരു ലോകത്തിലുള്ള ശൂദ്രശക്തികളും പ്രയത്നിക്കുന്നുണ്ട് എന്ന് എന്റെ മനസ്സുറക്കെ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ നാഗമാണിക്യം ശൂദ്രശക്തികളുടെ കയ്യിൽ കിട്ടിയാൽ നാഗലോകം ശൂദ്രലോകമായി മാറുന്നതായിരിക്കും. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ശൂദ്രശക്തികൾക്ക് നാഗമാണിക്യം കിട്ടാത്ത വിധം തടയുവാനുള്ള ശക്തി നിനക്കുണ്ട്. തൃശൂൽ എവിടെയാണെന്നുള്ളത് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. നീയാണ് ആദിശേഷനെന്ന് അവനോട് എനിക്ക് പറയണം. നാഗമാണിക്യത്തിൽ നിന്നും അപ്രത്യക്ഷമായ ജീവാത്മാവിനെ എനിക്ക് തിരികെ എത്തിച്ചേ പറ്റൂ. അതിനെ പൂർവ്വസ്ഥിതിയിലാക്കുക എന്നുള്ളത് ഇപ്പോഴെന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. പക്ഷെ സ്വാമിജി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ പറയുകയാണ്. നിന്റെ എല്ലാ ചോദ്യത്തിനും ഉത്തരം ഇവിടെ തന്നെയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ തന്നെയാണ് ഉത്തരം. നിശ്ചിന്തയാൽ നിന്നിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നീ തന്നെ കണ്ടുപിടിക്കണം. ഇവിടെ ഉത്തരം ലഭിക്കില്ല, പകരം 100 ചോദ്യങ്ങൾ ലഭിച്ചേക്കാം. വേണ്ട, പൂജാ സമയത്ത് ചോദ്യങ്ങൾ വേണ്ട. എന്റെ കൂടെ വരൂ.
ജയ് ഭോലേനാഥ. പ്രേതരാജേശ്വരി, ഈ ദിക്സൂചിക പുഷ്പം കാട്ടിത്തരുന്ന വഴിയിലൂടെ ഞാൻ നടന്നു വരികയാണ്. ദിക്ക് തെറ്റാതിരിക്കാൻ കാറ്റൊരുമിച്ചിരിക്കുന്നു. എല്ലാം അങ്ങയുടെ ആശീർവാദം തന്നെയായിരുന്നു തായേ. എത്രയും പെട്ടെന്ന് മകം നക്ഷത്രത്തിലുള്ള അമൃതം സമയത്ത് ജനിച്ച ആ പെൺകുട്ടിയെ എന്റെ കൺമുന്നിൽ എത്തിക്കുന്നതിനു വേണ്ടി സഹായിക്കൂ. അവളെ കിട്ടി ശേഷനാഗനെ കല്യാണം കഴിച്ചാൽ മാത്രമേ നാഗലോകത്തിനെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ധ്വംസം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്വാമിജി, ഇത് മഹാമായി പാർവതീശ്വരിയുടെ അമ്പലമാണ്. ശിവന്റെ ശക്തിക്ക് പാർവതിയുടെ ശക്തിയും ചേർന്ന മഹാശക്തിയുള്ള ദേവസ്ഥാനം. അഷ്ടദിക്പാലകർ ക്ഷേത്രപാലകരായിട്ട് നിൽക്കുന്ന മഹാദേവാലയം. ഇത് പാർവതിയുടെ അമ്പലമാണ്. ശക്തിപീഠങ്ങളുടെ സ്ഥലത്തെത്താതിരുന്നാലും ശക്തിപീഠങ്ങൾ ഒരുപാട് സംരക്ഷിക്കുന്ന അമ്പലം. സ്വന്തം മകനായ വിനായകന്റെ തല വെട്ടിക്കളഞ്ഞ ആ ശിവന്റെ വിരുദ്ധം ആ പാർവതി ദേഷ്യപ്പെട്ട് വന്നിരുന്ന മൂലസ്ഥാനമാണിത്. ഈ സ്ഥലത്ത് ആ ജഗന്നാഥയോട് മനസ്സ് വെച്ച് സ്മരിച്ചാൽ സകല കാര്യങ്ങളും നടത്തിത്തരും. എന്നെ അങ്ങ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം? നീ ഈ പാർവതീ ദേവിയുടെ വരപ്രസാദമാണ്. അവൻ ആ ആദിശേഷൻ ശിവാംശ സംഭൂതനാണ്. നാഗമാണിക്യവും ആ മുക്കണ്ണന്റെ അനുഗ്രഹവും കൂടിച്ചേർന്നാൽ നിങ്ങൾക്ക് സകല സമൃദ്ധിയും വന്നു ചേരും. എന്നാലിപ്പോൾ അതിന്റെ ജീവാംശം അതിനുള്ളിലില്ല. അതിനെ അതിന്റെ മൂലസ്ഥാനത്തെത്തിക്കുന്നതിന് വേണ്ടി നീ ഈ ദേവാലയത്തിൽ വ്രതം നടത്തണം. എന്താണിത്? ദിക്സൂചക പുഷ്പം അമ്പലത്തിലേക്കാണല്ലോ പോകുന്നത്. എന്നുവെച്ചാൽ ആ മകം നക്ഷത്രത്തിൽ അമൃത സമയത്ത് ജനിച്ച പെൺകുട്ടി ഈ അമ്പലത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുമോ?
ഞാൻ പ്രേതലോകത്തുള്ളവളാണ്. അങ്ങനെയുള്ള എനിക്ക് അമ്പലം നിഷിദ്ധമാണ്. എന്നാൽ അമ്പലത്തിലുള്ള ആ മനുഷ്യ കന്യകയെ എങ്ങനെയാണ് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക? തായ പ്രേതരാജേശ്വരി, എനിക്ക് ശക്തി തരൂ. ഞാൻ തേടി വന്ന ആ മനുഷ്യ കന്യക ആരാണെന്ന് ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്വാമിജി, പൂജയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ട് എന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ഞാൻ വ്രതം ആരംഭിക്കാൻ സമയമായില്ലേ? നീ ഒറ്റയ്ക്ക് പൂജ തുടങ്ങാൻ പാടില്ല. എന്തെന്നാൽ നീ നാഗറാണിയാണ്, മറ്റൊരു ലോകത്തുള്ളവൾ. ഇത് മഹാശക്തികൾ എത്തിച്ചേരുന്ന മഹാപുണ്യലോകമാണ്. നാഗറാണിയായ നീ പൂജ നടത്തുന്നത് കൊണ്ട് ഫലം ലഭിക്കുകയില്ല. ഭൂലോകത്തിലുള്ള നാഗമാണിക്യത്തിന് ചൈതന്യമുണ്ടാവണമെങ്കിൽ നിന്റെ വ്രതത്തിന് ഈ ലോകത്തിലുള്ള ഒരു കന്യക നിന്റെ സഹായിയായി വേണം. അതിനെന്താ? വീട്ടിലെ അമ്മയോട് പറഞ്ഞ അമ്മ എന്തായാലും സഹായിക്കുക എന്നെ. അങ്ങനെ ആരെങ്കിലുമൊക്കെ നിനക്ക് സഹായം ചെയ്യുവാൻ പാടില്ല. നിന്റെ വ്രതത്തിന് സഹായം ചെയ്യുവാൻ വരുന്ന പെണ്ണ് മകം നക്ഷത്രത്തിൽ പിറന്ന് അമൃത നിമിഷത്തിലുണ്ടായ കന്യകയായിരിക്കണം. അവൾ മാത്രമായിരിക്കണം നിനക്ക് ഈ പൂജയ്ക്ക് സഹായം ചെയ്യേണ്ടത്. ഈ കുറച്ചു സമയത്തിനുള്ളില് അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാ? അയ്യോ പൊട്ടി, ആ മഹാദേവൻ മനസ്സുവെച്ചാൽ ആ സ്വർഗം പോലും പാദത്തിനടിയിൽ വെറും മഹാധൂളികൾ മാത്രം. അങ്ങനെയുള്ളപ്പോൾ നിന്റെ വ്രതത്തിന് കന്യകയായ ഒരാളെ ലഭിക്കുക കഷ്ടമുള്ള കാര്യമാണോ? അങ്ങനെ ഒരു പെൺകുട്ടി എവിടെയാണുള്ളത് സ്വാമിജി? ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഈ തായി പാർവതിയുടെ സന്നിധിയിൽ തന്നെ ഉണ്ട്. ദേവി, എന്റെ കണ്ണീരിൽ നിന്റെ പാദം നനഞ്ഞില്ലെങ്കിലും എന്റെ വിഷമം നീ മനസ്സിലാക്കുന്നില്ലേ? നീ സൗഭാഗ്യത്തിന്റെ പ്രതീകമാണ്. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊന്നു മാത്രമാ. എന്നെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്താൻ അനുഗ്രഹിച്ചാലും നിന്റെ പാദത്തിൽ ഒരു പൂവായിട്ട് ഞാൻ എന്നും ജീവിച്ചോളാം ദേവി. നോക്കൂ, അവളാണ്. സ്വാമിജി, ആരാണ് അവള്? അവളാണ് മകം നക്ഷത്രമുള്ള അമൃത സമയത്ത് ജനിച്ച കന്യക. മകം നക്ഷത്രത്തിൽ അമൃത സമയത്ത് ജനിച്ച കന്യക ആ അമ്പലത്തിനകത്ത് തന്നെയുണ്ട്.
എന്നാൽ എനിക്കകത്തേക്ക് പോകാൻ കഴിയില്ല. അത്രയും ആളുകളിൽ ആരാണ് ആ കന്യക? എനിക്കകത്തേക്ക് പോകാൻ കഴിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ അവളെ കണ്ടുപിടിക്കാനാണ്? ഞാൻ മാത്രമല്ലേ പ്രേതലോകത്തുള്ളവൾ? എനിക്ക് മാത്രമല്ലേ ദേവസ്ഥാനം നിഷിദ്ധം? എന്നാൽ ഈ പുഷ്പം ഗന്ധർവ ലോകത്തുള്ളതാണ്. എനിക്ക് പ്രവേശനം നിഷിദ്ധമായാൽ എന്താണ്? ഈ പുഷ്പത്തിനത് നിഷിദ്ധമല്ല. പോകൂ ദിക്സൂചക പുഷ്പമേ, ആ കന്യക ആരാണെന്ന് എനിക്ക് കാട്ടിത്തരൂ. ആരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സ്വാമിജി. ആദ്യം അങ്ങ് പറഞ്ഞു ഞാൻ വ്രതം എടുക്കണമെന്ന്. അതിനെനിക്ക് ഒരു മനുഷ്യ കന്യകയുടെ സഹായം വേണമെന്നും അങ്ങ് പറഞ്ഞു. ആ നക്ഷത്രത്തിലുള്ളവൾ എവിടെയാണുള്ളതെന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടിയാണ് അങ്ങ് കൈ ചൂണ്ടിക്കാണിച്ചത്. എന്നിട്ടിപ്പോ അവൾ ആരാണെന്ന് ചോദിക്കുമ്പോ അങ്ങ് എന്താ എനിക്ക് ഉത്തരം തരാത്തത്? ഉത്തരം ഈ ലോകത്ത് മാനവ കന്യ തന്നെയാണ് ഉത്തരം. മകം നക്ഷത്രത്തിലെ അമൃത സമയത്ത് ജനിച്ച ഇവൾ ദൈവകൃപയുള്ളവളാണ്, മഹാദൈവഭക്ത. നാഗരോഗത്തുള്ളവളായ നീ സുമംഗലി വ്രതം ചെയ്യണമെങ്കിൽ ഈ മാനവകന്യയുടെ സഹായം വേണം നിനക്ക്. നിന്റെ വ്രതം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഇവളുടെ സഹായം എപ്പോഴും നിനക്കാവശ്യമാണ്. നീ ചെയ്യേണ്ടതായ വ്രതം മഹാകഠിന വ്രതമാണ്. സാമാന്യ മനുഷ്യർക്ക് ചെയ്യുവാൻ സാധിക്കാത്ത വ്രതമാണ്. പുരാണകാലത്ത് ഗിരിജാദേവി, സതീദേവി മുതലായവരെടുത്ത വ്രതമാണ്. ഭൂമിയിൽ തന്നെ ചിലർക്ക് മാത്രം ചെയ്യുവാൻ സാധിച്ച വ്രതം. സാമാന്യരെന്ന് കരുതി അസാമാന്യർ നടത്തേണ്ടതായ വ്രതം. ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊള്ളൂ, നാഗമാണിക്യത്തിന്റെ ചൈതന്യ ശക്തി ജീവാത്മാവ് നാഗമാണിക്യത്തിൽ കയറിയില്ലെങ്കിൽ നാഗലോകത്തിന്റെ നാശം ഉറപ്പ്. ഈ കാര്യം എങ്ങനെയെങ്കിലും ആ ശൂദ്രശക്തികൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നാഗമാണിക്യത്തിന് ജീവൻ നിറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നാഗമാണിക്യം സ്വന്തം നന്മ മറന്ന് ദുഷ്ടശക്തിയായി ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ സംഭവിച്ചുകൂടാ. അതിനൊരിക്കലും അവസരമുണ്ടാക്കരുത്. നീ സുമംഗലി വ്രതം അനുഷ്ഠിച്ചേ മതിയാവൂ. അതിനായിട്ട് ആ മാനവകന്യകയുടെ സഹായം തേടിയേ തീരൂ. സ്വാമിജി, ആ പെൺകുട്ടിയുടെ സഹായത്താൽ പൂജ ചെയ്തു കഴിഞ്ഞാൽ നാഗമാണിക്യത്തിന്റെ ചൈതന്യം തിരികെ കിട്ടുമോ? അങ്ങനെ എനിക്ക് എന്റെ ആദിശേഷനെ കണ്ടെത്താൻ പറ്റുമല്ലോ അല്ലേ? ശിവാനി, ഈ വ്രതം കേവലം നാഗമാണിക്യത്തിനല്ല, നിന്റെ മംഗളഭാഗ്യത്തിനും കൂടിയാണ്. നിന്റെ വ്രതം പൂർണ്ണമായി ഫലം നൽകിയാൽ നിന്റെ പ്രിയൻ നിന്നിലേക്ക് പെട്ടെന്ന് വരും. നാഗമാണിക്യത്തിന് ചൈതന്യം വീണ്ടും ലഭിക്കും. ശരി സ്വാമിജി, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ? ആ മകം നക്ഷത്രത്തിലെ അമൃത നിമിഷത്തിൽ ജനിച്ച് അവിടെ ഇരിക്കുന്ന കുട്ടി, അവൾ നിന്നെ സഹായിക്കും. നീ അവളുടെ മനസ്സിൽ കയറി കൂടിയാലേ അവൾക്ക് നിന്നെ സഹായിക്കാനാവൂ. എന്നാൽ മാത്രമേ മഹാഭോലേനാഥൻ നാഗമാണിക്യത്തിന് ചൈതന്യം തന്ന് നാഗലോകത്തിലെത്തിക്കൂ.
നിന്റെ ആദിശേഷനെ നിനക്ക് പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ.